ദൈവത്തിന് സ്തോത്രം. പ്രിയ വിക്ടർ അപ്പച്ചനെ കുറിച്ചൊരു സാക്ഷി പറയുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. വിക്ടർ അപ്പച്ചൻ തിരുവനന്തപുരം സെൻറ്ററിൽ വന്ന ടൈം മുതൽ അപ്പച്ചനെ പരിചയമുണ്ട്. ഞങ്ങളന്ന് സെൻട്രൽ സഭയിലാണ് ആരാധന കൂടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം വലിയതുറ ലോക്കൽ സഭ തുടങ്ങിയ ശേഷം ഞങ്ങൾ അവിടേക്ക് ആരാധനയ്ക്ക് പോയി തുടങ്ങി. ഏതാണ്ട് 2000-ലാണെന്ന് തോന്നുന്നു വിക്ടർ അപ്പച്ചൻ ഞങ്ങളുടെ സഭയിൽ ട്രാൻസ്ഫറായിട്ട് വന്നു. അപ്പച്ചൻ അവിടെ ഇരിക്കുന്ന സമയത്ത് 2004 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് സഭ നെടുമങ്ങാടാണ്. എങ്കിലും ഞങ്ങൾ ജോലി സംബന്ധമായി ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷത്തോളം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഏതാണ്ട് 11ഓളം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 9 വർഷമായപ്പോഴത്തേക്ക് ഓരോ പ്രഗ്നൻസി ഇങ്ങനെ ഫെയിലാവാൻ തുടങ്ങി. അങ്ങനെ 6 മാസം 5 മാസം 4 മാസം ഇങ്ങനെ 4 പ്രഗ്നൻസി ഫെയിലായി. 4ാം തവണ ഞാൻ ഫുള്ള് ബെഡ് റെസ്റ്റ് എടുത്ത് കിടന്നു. ശരീരത്തിൽ ഒരുപാട് കഷ്ടം അപ്പോഴുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അറിഞ്ഞു അപ്പച്ചൻ കളിക്കുള്ള സ്പെഷ്യൽ പ്രാർത്ഥന നടത്തണമെന്നുണ്ടെന്നും ഇങ്ങനെ പ്രത്യേക പ്രാർത്ഥനയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അപ്പച്ചനെ ഒന്ന് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരു തവണ പോലെ എനിക്ക് അപ്പച്ചനോടൊന്ന് സംസാരിക്കാനോ ഒന്ന് പ്രാർത്ഥിപ്പിക്കാനോ കഴിഞ്ഞില്ല. അവിടെ ഫോൺ എടുക്കും, ഒന്നുകിൽ അപ്പച്ചൻ റെസ്റ്റ് എടുക്കാമെന്ന് പറയും, അല്ലെങ്കിൽ അപ്പച്ചൻ പുറത്താണെന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പല പ്രാവശ്യം ഞാൻ വിളിച്ചുവെങ്കിലും എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. അതിന് ശേഷം ആ പ്രഗ്നൻസി ഫെയിലായ ശേഷവും ഞാൻ പലതവണ അപ്പച്ചനെ ഒന്ന് ഫോണിൽ കിട്ടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എറണാകുളം കൺവെൻഷൻ്റെ ടൈമിൽ എൻ്റെ സഹോദരി കോഴിക്കോട് സെൻട്രലിൽ സുവിശേഷവേല ചെയ്യുന്നുണ്ട്. ചേച്ചി എറണാകുളം കൺവെൻഷന് അപ്പച്ചനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് പറഞ്ഞു ഞാൻ അവളെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്പർ വാങ്ങിയെങ്കിലും അപ്പച്ചൻ എന്നെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോ ദിവസവും പ്രതീക്ഷയോടെ ഇരുന്നു. ഒരു 2-3 മാസമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എന്നെ അപ്പച്ചൻ വിളിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്പറും ഡിലീറ്റ് ചെയ്തതിന് ഞാൻ അപ്പച്ചനെ വിളിക്കില്ല എന്നും മനസ്സിലിങ്ങനെ കരുതി. എനിക്ക് അത് ഭയങ്കര വിഷമമായി തീർന്നു, നല്ല വിഷമമായി തീർന്നു. അങ്ങനെ അങ്ങനെ ഞാൻ മനസ്സിൽ ഭാരപ്പെട്ടിരുന്നപ്പോൾ ഞങ്ങൾ വലിയതുറ സഭയിൽ അപ്പച്ചനുണ്ടായിരുന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥന നടത്തിയപ്പോൾ ഒരു ദിവസം അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നൊരു കാര്യം സാധിക്കണമെങ്കിൽ 12 മണിക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ 11:59 വരെയും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അത് എൻ്റെ ഓർമ്മയിൽ വന്നു. മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അധികമാരും പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കാത്ത സമയം നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗം ഫലം കിട്ടുമെന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. അങ്ങനെ ഞാൻ ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് ഞാൻ മുട്ടുമേൽ നിന്ന് 2 കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, എനിക്ക് ഇതിനൊരു പരിഹാരം തരണം, ഈ രീതിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെ 2016 ജൂൺ മാസം 2-ാം തീയതി രാത്രി 12:30 ഒരു ടൈമിൽ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഓടിച്ചെന്ന് ഞാൻ ഫോൺ എടുത്തപ്പോൾ നമ്പറായിരുന്നു. ഫോൺ എടുത്തപ്പോൾ റെജിമോളാണോ? ഞാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിക്കോളെന്ന് ബ്രദറാണ്, മക്കളെന്നോട് ക്ഷമിക്കണം, ഞാൻ മറന്നുപോയി, മക്കളെന്നോട് ക്ഷമിക്കണം. ഞാൻ കിടന്നപ്പോഴെനിക്ക് പെട്ടെന്ന് ഡയറി എടുത്ത് നോക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഡയറി നോക്കിയപ്പോൾ ഇനി നമ്പർ കണ്ടു. അങ്ങനെ ഞാൻ വിളിച്ചതാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കുറേ തവണ ക്ഷമ പറഞ്ഞു. ഞാൻ അപ്പച്ചന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. അതെനിക്ക് വിക്ടർ അപ്പച്ചനാണ് സംസാരിക്കുന്നതെങ്കിലും എനിക്കത് ദൈവത്തിൻ്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്നോട് സാരമില്ല കരയണ്ട സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഈ തിങ്കളും ചൊവ്വയും ഇവിടെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. വരാം അപ്പച്ചാന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. അന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. അപ്പോഴെൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന വചനം, പടിവാതിൽക്കലിരിക്കുന്ന മൊർദെഖായിയുടെ കണ്ണുനീരിനും
പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാവണമെങ്കിൽ രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടണം. അപ്പം ആ ഡയറി എടുത്ത് നോക്കാൻ തോന്നിയത് ഞാൻ അത്രത്തോളം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആ മീറ്റിങ്ങിന് കടന്നുപോയി. ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസമാണ് പോയത്. അപ്പം അന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ട് അന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ടു ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം ബൈബിൾ സ്റ്റഡി സമയത്ത് ചെല്ലാൻ പറഞ്ഞു. ബൈബിൾ സ്റ്റഡി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചൻ വേറെ 2 ബ്രദേഴ്സിനെയും കൂട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് അപ്പച്ചൻ എന്നോട് ഓരോ കാര്യങ്ങളും തിരക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഓരോ കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ എൻ്റെ മുഖത്തിന് ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഇതൊന്നും എന്നെ അറിയിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചു, ഞാൻ കുറേ തവണ വിളിച്ചു. അപ്പോൾ ഞാൻ ഒരു തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തൊരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോഴെന്നോട് പറഞ്ഞു, സഹോദരിയാണോ ഒന്ന് വിളിച്ചത്? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ട് ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് അപ്പച്ചനൊന്ന് കിട്ടിയില്ലായിരുന്നു. ഞാനതൊക്കെ പറഞ്ഞു. അപ്പച്ചനത് വലിയ വിഷമമായി. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപ്പച്ചൻ പ്രാർത്ഥിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ ഇതിൽ കൂടി കടന്നുപോയോ, ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾ എൻ്റെ ദൈവത്തോട് ചോദിച്ചോ, ഞാൻ എന്തൊക്കെ സങ്കടങ്ങൾ എൻ്റെ ദൈവത്തോട് പറഞ്ഞോ, അതെല്ലാം അപ്പച്ചൻ എണ്ണി ദൈവത്തോട് പറയുന്നത് ഞാൻ കണ്ടു. 2 കണ്ണിൽ കൂടി കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി, എൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ആരും അങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത് എന്നെ അപ്പച്ചൻ്റെ ആ പ്രാർത്ഥന സ്വർഗം മറികടന്നില്ല. അത് സ്വർഗം അംഗീകരിച്ചൊരു പ്രാർത്ഥന തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. അതിന് ശേഷം ഞാൻ മലപ്പുറത്ത് പോന്നു. ഏതാണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ആ ടൈമിൽ അപ്പച്ചനോട് വിളിച്ച് പറഞ്ഞു. അപ്പച്ചൻ ഇങ്ങനെ ഓരോ സമയം അപ്പച്ചന് ഫ്രീ കിട്ടുമ്പോഴൊക്കെ വിളിക്കും. അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഏത് സമയത്തും വിളിക്കാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 മണി സമയത്ത് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും പെട്ടെന്ന് എണീറ്റ് എന്നോട് സംസാരിക്കും. ഒരു വിഷമവും തോന്നാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പച്ചൻ എപ്പോഴും റെഡിയായിരുന്നു. എനിക്കെന്നല്ല, അതെല്ലാവർക്കും പ്രയോജനമായിരുന്നു എന്ന് പല സാക്ഷികളും നമ്മൾ കേട്ടല്ലോ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. 7 മാസം ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല, ഇതുപോലെ വേറെ നേരത്തെ ഫെയിലായതല്ലേ, അതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു. ആ സമയത്തും ഞങ്ങൾ അപ്പച്ചനെ വിളിച്ചു. അപ്പച്ചനോട് കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, സെൻറ്ററിലെ നിർമ്മല മാഡത്തിനെ പോയി കാണാൻ പറഞ്ഞു മാഡത്തിനോട്. പിന്നെ ഞങ്ങൾ മാഡത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. എനിക്ക് മാഡത്തിൻ്റെ നല്ല കെയറിങ് അവിടെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. 3 മാസത്തോളം ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. ഡെലിവറി ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂം എടുത്ത് അങ്ങോട്ട് മാറി. ആ റൂമിൽ ആയ സമയത്ത് അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ വന്നു. ഡെലിവറിക്ക് തൊട്ട് മുന്നുള്ള ദിവസം എന്നെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു, കടന്നുപോയി. ഒരപ്പന് ഒരു മകൾ അത് ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു മകളോട് എങ്ങനെ ഒരു കെയറിങ് ഉണ്ടോ, അതേപോലെ ആയിരുന്നു എന്നെക്കുറിച്ച് അപ്പച്ചനൊരു കരുതലുണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം 2017 മാർച്ച് 28 ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്നു. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് കളിവയ്ക്കുള്ള അപ്പച്ചനെ കാണാൻ പോയി. മോളെ കയ്യിലെടുത്ത് വെച്ചിട്ട് അവളെ മുഖത്ത് നോക്കിച്ച്
കളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എവിടെയായിരുന്നു നീ ഇത്ര നാളും? ആ ഒരു ടൈം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതൊന്നും മറക്കാൻ കഴിയില്ല. അന്ന് മുതൽ പിന്നെ ഞാൻ മലപ്പുറത്ത് വന്ന ശേഷം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്നല്ലാതെ പോയി കണ്ടില്ല. ഞങ്ങൾ പിന്നെ 1-2 തവണ കളിക്കുള്ള പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ വയ്യാതെ കിടന്ന സമയത്ത് ഒരു വട്ടം പോയി കണ്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും, പ്രാർത്ഥിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ ഒരു ഫോണിലും എൻ്റെ ഒരു മിസ് കോൾ കണ്ടാലും എന്നെ തിരിച്ച് വിളിക്കും. ഞാൻ അന്ന് ഫോണിൽ കിട്ടാൻ വേണ്ടി കുറേ വിഷമിച്ചു എന്നുള്ളത് അപ്പച്ചൻ അറിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഒരു മിസ് കോൾ കണ്ടാൽ പോലും അപ്പച്ചൻ തിരിച്ച് വിളിക്കും. അതിനുശേഷം ലാസ്റ്റ് മാർച്ച് 22 കഴിഞ്ഞ മാസം മാർച്ച് 22 ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പച്ചൻ മരിച്ചു എന്നറിഞ്ഞത് എനിക്കൊരു ഞെട്ടലാണ്. എന്നാലും ദൈവത്തിൻ്റെ തീരുമാനം ആർക്കും മറികടക്കാൻ പറ്റില്ലല്ലോ. അപ്പച്ചനെ കൊണ്ട് ചെയ്യിപ്പിച്ച എല്ലാ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്തോത്രം.